ഇന്നും ദിയ ഫാത്തിമ മോളുടെ കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കുവാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്ന് രണ്ടാൾ മാത്രം കുറച്ച് മോശമായിട്ട് കടന്നു പോയിട്ടുണ്ട്. അതായത് കുറ്റം തെളിയുന്നവരെ, സംശയിക്കപ്പെടുന്നതായാലും ശരി, നായ പോയതായാലും ശരി, ആരും പ്രതികളല്ല, അല്ലെങ്കിൽ അവർ ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു നായ കയറിയ വീട് എന്താ പോലീസ് അതിനെ അന്വേഷിച്ചില്ല? അതാണ് ഞാൻ ചോദിച്ചത്. പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം വളച്ചൊടിച്ചിട്ടാണ് അപ്പുറത്ത് ആളുകൾ പറഞ്ഞത്. ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ വീഡിയോ ഒക്കെ താഴെയുണ്ട്. ഫാത്തിമയെ കുറിച്ച് ഓരോരോ പുതിയ അപ്ഡേറ്റ്സ് നമ്മളുടെ മുന്നിൽ എത്തിക്കുന്ന സഹോദരനാണ് ജുനൈദ്. ആ കുഞ്ഞിനെ അതിൻ്റെ മാതാപിതാക്കളുടെ കൈകളിൽ ജുനൈദ് എത്തിക്കും എന്ന ഒരു വിശ്വാസം ഇത് കാരണം എല്ലാവർക്കും ഉണ്ട്. ഓരോ വീഡിയോയും കാണുമ്പോഴും ഒരു ചങ്കടിപ്പാണ്, കുഞ്ഞിനെ കിട്ടിയോ എന്ന്. ആ ഉമ്മയുടെ കണ്ണുനീര് കണ്ടാണ് ആരാരും ഇല്ലാത്ത പാവപ്പെട്ട ആ കുടുംബത്തിന് സഹായത്തിന് ജുനൈദ് ഇറങ്ങിത്തിരിച്ചത്. ആ ഉമ്മയ്ക്ക് റബ്ബ് തിരഞ്ഞെടുത്ത് ജുനൈദിനെയാണ് ഈ ദൗത്യം ഏൽപ്പിച്ചത്. വർഷങ്ങളായി ജുനൈദ് ഇതിൻ്റെ പിറകിലുണ്ട്. മുമ്പൊക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരുന്നു, അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അടുത്തിടെയാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് അദ്ദേഹം തുടങ്ങിയത്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായതിനാൽ അത് വൈറൽ ആകാൻ തുടങ്ങി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിനെ പറ്റിയുള്ള ഇഷ്യൂസൊക്കെ. അത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെ വായ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞാലും പ്രശ്നമാണ്. 10 വർഷം ഉറങ്ങുന്ന പോലീസ്, നിങ്ങൾ പറയുന്നുണ്ട് പോലീസ് അന്വേഷിക്കട്ടെ. ഇത്ര കാലം നമ്മൾ പുറത്തു വരാഞ്ഞത് ഒറ്റ കാരണം, അവരുടെ അന്വേഷണമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവരുത് എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഇതുവരെ വരാഞ്ഞത്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ അന്വേഷിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അവരുടെ അന്വേഷണം, അതിലെ FIR, എൻ്റെ അടുത്തുണ്ട് FIR കോപ്പി. അതിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളോ ആദ്യത്തെ കാര്യങ്ങളോ ഞാൻ വിളിച്ച് പറയുന്നില്ല. ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മൾ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഈ കട്ടിങ്, എഡിറ്റിങ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊന്നും താല്പര്യം. ഞാൻ ഇങ്ങനെ പറയുന്നത് അതിൽ ചിലപ്പം പോരായ്മകൾ ഉണ്ടാവാം, എന്തെങ്കിലും വാക്ക് പിഴവുകൾ ഉണ്ടാവാം. ഞാനൊന്നും കട്ട് ചെയ്യാനൊന്നും ഇതിനൊന്നും പോകില്ല, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ചും വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് വന്ന വോയിസുകളായിട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. വിമർശിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു പാട്ടുകാരനാണ്, ഞാൻ എൻ്റെ പാട്ടുകളോ കാര്യങ്ങളോ, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഈ അപ്ഡേറ്റുകളും കാര്യങ്ങളും അല്ലേ എന്നെ കൂടെ തരാൻ പറ്റുന്ന മാതിരി ഞാൻ തരും. എനിക്ക് വേണ്ടത് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താ വേണ്ടത് ചോദിച്ചാൽ, ഞങ്ങളോട് ആരോടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഞാൻ പറയില്ല. എനിക്ക് നിങ്ങൾ വേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് ആ കുട്ടീനെ കണ്ടെത്തണം എത്രയും പെട്ടെന്ന്. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ അത്രയും വലിയതൊന്നായിട്ട് വേറെ ഒന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയതാണ്. ഇപ്പം ഈ അമ്മമാരെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതിൽ നിന്നും മനസ്സിലാകുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇദ്ദേഹം ചെയ്യുന്ന കണ്ടന്റ് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ചു പറയുന്ന കാര്യങ്ങൾ മറ്റ് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിൽ ആയി വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ചാനൽ വഴി അദ്ദേഹം വളരെ കൃത്യവും സത്യസന്ധവുമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കേസിൻ്റെ സെൻസിറ്റീവ്നെസ് പരിഗണിച്ചിട്ട് അതിന് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാനായിട്ട് അദ്ദേഹത്തിന് പറ്റാറില്ല. പേര് റോങ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആ അർത്ഥമൊക്കെ മാറി വരുന്ന രീതിയിൽ തമ്പനയിലും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായിട്ടും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ബാധിക്കുന്നത് ജുനൈദിനെ തന്നെയാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹം അടുത്ത അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നത് വരെ എല്ലാവർക്കും ക്ഷമിച്ചിരിക്കുക, അല്ലാതെ വേറെ അപ്ഡേറ്റ്സോ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അറിയാനായിട്ട് വേറെ മാർഗങ്ങളൊന്നും ഇല്ല. അടുത്ത വീഡിയോയുമായിട്ട് അദ്ദേഹം ഇനി വരുന്നത് വരെയും നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പോലീസിന് എത്രയും വേഗം ഈ കേസ് തെളിയിക്കാനും ആ കുഞ്ഞിനെ അതിൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.